പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ദൈവശക്തി അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവരെ, കുഞ്ഞുങ്ങൾ രോഗം വന്നിട്ടും പോകാതെ അങ്ങനെ മനസ്സും അടുത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. എല്ലാ സന്തോഷവും പോയവരുണ്ട്. കുഞ്ഞുങ്ങൾ ജനിച്ചതിൻ്റെ പേരിൽ അവർക്കുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ, മാറാത്ത രോഗങ്ങൾ കാരണം ജീവിതം തീർന്നെന്ന് വിചാരിച്ചിട്ട് ആ കുരിശിൽ ചുമന്നുണ്ടാക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ ശക്തിപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിനക്ക് താങ്ങാനാവാത്ത പ്രലോഭനം ഞാൻ നിനക്ക് നൽകത്തില്ലെന്ന് പറഞ്ഞ പോലെ കർത്താവ്, ഒരു മനുഷ്യനും താങ്ങാനാവാത്ത ദുഃഖം കൊടുത്ത് കർത്താവ് അവർ വീണപാട്ടത്തിന് കിടന്ന് അഴുകിപ്പോകാതിരിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നീ എഴുന്നിരുന്ന് നടക്കുക. ദൈവവേദന സാമ്പത്തിക കടങ്ങളുള്ളവർ, ജപ്തി നടപടിയുള്ളവർ, വന്ന് പെട്ടുപോയവർ, അന്യൻ്റെ കൈകളിലെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അകപ്പെട്ടു പോയവർ, അത് കേസായി പോയവർ, ഭാഗോടമ്പടി നടക്കാത്തവർ, ജോലി ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നിട്ട് അത് അങ്ങനെ ആശിച്ച് മോഹിച്ചൊക്കെ ഇരുന്നതും അതും നഷ്ടപ്പെട്ടിരിക്കട്ടെ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പല വിഷമിക്കുന്നവർ, അങ്ങോട്ടും ഇവിടെ കുറ്റം പറഞ്ഞ് എൻ്റെ കുഴപ്പമാണ്, ഞാൻ അന്നേ പറഞ്ഞതില്ലേ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റം വിധിക്കാനും നമ്മളെ കൊച്ചാക്കാനും ചെറുതാക്കാനും വെറുമയാക്കാനും അനേകം പേര് നിൽക്കും. കർത്താവ്, നീ മാത്രമേ അവർക്കുള്ളെന്ന് ഓർക്കണമേ. അയൽവാസികൾ തമ്മിൽ ഭിന്നതയും പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ളവർ, വിറ്റുചുട്ട് പോയാൽ മതി, പക്ഷെ വിറ്റിക്കാൻ ആൾക്കാർ സമ്മതിക്കണമില്ല. ആ രീതി കിടന്ന് വിഷമിക്കുന്നവരുണ്ട്. സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട്. വഴിയില്ലാത്ത സ്ഥലം എടുക്കാത്ത അവസ്ഥകളുണ്ട്. അതുകൊണ്ട് തന്നെ കൊത്തിക്കൊണ്ട് പറക്കാനും പറ്റത്തില്ല, എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അകപ്പെട്ടു പോയവരുണ്ട്. എൻ്റെ കർത്താവിൻ്റെ ഉന്നത നാമത്തിൽ ഇരുമ്പ് ചങ്ങലകളെ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നീ ഒരു ആധ്യാത്മികനാണ്, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ ദൈവം കയറി വരുമ്പോഴേ മുമ്പ് തന്നെ സ്റ്റാറ്റസ് ലോയിങ് സംഭവിക്കും. പണ്ട് ഞാൻ ഫൊറോണ വികാരിയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു കൊല്ലത്തിന് മുമ്പ് ഞാൻ പെട്ടെന്ന് വേറെ ട്രാൻസ്ഫറായി എനിക്ക് ഒരു കൊച്ചു പള്ളിയിലേക്ക് വന്നു. ചാപ്ലിനായി. ശരിക്കും ഇപ്പോഴും ഞാൻ ചാപ്പിളാണ്, പക്ഷെ ഞാൻ ചാപ്പിളെന്ന് പ്രത്യേകം എഴുതും. വികാരി നേതൃത്വത്തില്ല, ചാപ്പിളിൻ. ഞാൻ ഒരു ചാപ്പലാണ് ഇപ്പോൾ ഉള്ളത്.
അപ്പം ഞാൻ എൻ്റെ പെരുന്നാൾ നോട്ടീസ് എഴുതിയിട്ടുണ്ട്, ചാപ്ലിൻ ഫാ ജോസഫ് വലിയ വീട്ടിൽ. എന്താ കാര്യം? കർത്താവ് എനിക്ക് തന്ന സ്റ്റാറ്റസാണത്, ദൈവം തന്ന സ്റ്റാറ്റസാണ്. അപ്പം ഇത് ആദ്യം ദൈവം എന്നിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലായി തന്നത്. കാര്യം എന്താ, ഞാൻ ഫൊറോണ വികാരിയായ സമയത്താണ് എന്നെ പെട്ടെന്ന് എനിക്ക് സ്റ്റാറ്റസ് ലോയിങ് ഉണ്ടായത്. പക്ഷെ അന്ന് ഇത്രയും ജ്ഞാനം എനിക്കില്ല. അന്നാണ് എനിക്ക് ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കളിച്ചനും ശരിക്കും. എന്താ കാര്യം, നമ്മളെ ദൈവം ഉയർത്തണം മുമ്പാണല്ലോ ഈ സാധനം തരുന്നത്. പക്ഷെ ദൈവം ഉയർത്താനുള്ള ഉയർത്തി. ഞാൻ ആ പള്ളിയിൽ പോയിരുന്നുണ്ട്, എൻസൈക്ലോപ്പീഡിയ എഴുതി. ആ പള്ളിയിൽ ചാപ്പലിൽ പോയിരുന്നുണ്ട്. ഇപ്പോൾ ചാപ്പലത് ഭയങ്കര നികിഷ്ട ജീവിതമായിരുന്നേ. ആ ചാപ്പലിൻ്റെ അരികിൽ തന്നെയാണ് പൊതു കക്കൂസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഓഫീസ് മുറിയുടെ ബാക്കിൽ ജനൽ തുറന്നു കഴിഞ്ഞാൽ ഈ കക്കൂസിന് മണം പുറത്തേക്ക് വരും. എൻ്റെ 5 കൊല്ലം അവിടെ ഇരുന്ന് അതിൻ്റെ പേരിൽ ഞാൻ പോയി കംപ്ലൈൻറ്റ് ചെയ്യുകയോ അതൊരു ബുദ്ധിമുട്ടായിട്ട് ജനങ്ങളോട് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ശേഷം ചെന്നവർ മേട പൊളിച്ച് വേറെ മേട ഉണ്ടാക്കി. കാര്യം ഞാൻ കർത്താവ് തന്ന സ്റ്റാറ്റസ് അക്സെപ്റ്റ് ചെയ്ത്. ഞാനെന്ന് പറയുകയല്ല, ദൈവിക വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, അവിടെ ഇരുന്ന് എഴുതിയതാണ് 7000 പേജോളം എഴുതി. അങ്ങനെ 7 പ്രാവശ്യം എഴുതിയാണ് എൻസൈക്ലോപ്പീഡിയ, ചവിട്ടാള എൻസൈക്ലോപ്പീഡിയ. എൻ്റെ ഗവേഷണമൊക്കെ നടത്തിയായിരുന്നു. സാഹിത്യ അക്കാദമി പോയി പഠിച്ചു ഒരു വില മുഴുവനും. പക്ഷേ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. അപ്പോൾ എന്താ സാർ, സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന് ഒരു പ്രഖ്യാപിത അജണ്ട ഉണ്ടാവും. നീ വർക്ക് എല്ലാം തീർന്നെന്നൊക്കെ വിചാരിക്കും. എൻ്റെ തെദേവ് എന്നും പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട് ഞാൻ, കടന്നു വന്ന വഴികൾ. അപ്പം നീ ആൾക്കാർ ഉടമ്പടി ദൈവം തന്നപ്പോഴല്ലേ ലോകം മുഴുവൻ അറിയാൻ തുടങ്ങി. അങ്ങനെയല്ല, അതൊക്കെ മുമ്പ് ദൈവത്തെ അറിയാമായിരുന്ന ഒരു ജോസഫച്ചൻ ഉണ്ടായിരുന്നു. അതാണ് സംഭവം. നിങ്ങളിപ്പോൾ ഈ ഉടമ്പടി കൊണ്ടാണ് ചില ആൾക്കാരൊക്കെ എന്നെ നല്ലവണ്ണം ധരിക്കുകയോ തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യണത്. പക്ഷെ അത് കർത്താവിൻ്റെ അവസാനത്തെ ഒരു ഇൻ്റർവെൻഷൻ മാത്രമാണ്. ഉടമ്പടി എനിക്ക് മുമ്പൊരു ജീവിതമുണ്ട്. 2001 കൃപാസനത്തിൽ ഇവിടെ വന്ന് കലവൂർ മിഷൻ തുടങ്ങണം. അതൊക്കെ 10 കൊല്ലം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കടലിലായിരുന്നു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരുന്നത് 10 കൊല്ലം. അപ്പം അത് എനിക്ക് ചുമയും പനിയും വർഷങ്ങളോളം മാസങ്ങളോളം ആശുപത്രി കിടപ്പൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഇടവേള ജോലി നടക്കണം, അതും നടക്കണം, എല്ലാ സ്ഥലങ്ങളിലും പോയി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. ദൈവത്തിന് വേണ്ടി മാത്രം ചെയ്ത ജീവിതമായിരുന്നു അത് തീർന്ന് സുവിശേഷ പ്രഘോഷണം 2000 കൊണ്ട് തീർന്ന് 2001 വന്ന് ഇവിടെ ജൂലൈ 6 ഇവിടെ കലവൂർ വന്നിട്ട് അന്ന് റീത്ത പുണ്യാളത്തെ ഇവിടെ ഉണ്ടായിരുന്നത് കുറച്ച് കുരിശ് പേര ഫ്രാൻസിസ് ബ്രദറിൻ്റെ. അപ്പം ഞാൻ പ്രശാന്തസനെ വിളിച്ച് IMS അച്ഛാ എനിക്ക് പെരുന്നാളും തുടങ്ങി തരാമെന്ന് പറഞ്ഞ് റീത്ത പുണ്യാളത്തിൻ്റെ. അദ്ദേഹം പെരുന്നാൾ തുടങ്ങാൻ വേണ്ടി കൊടി കയറ്റാൻ വേണ്ടി അന്ന് ഒന്നുമില്ല കൃപാസനത്തിൽ, കുറച്ച് പുല്ലും പിടിച്ച് കിടക്കുന്ന ഒരു പറമ്പ് മാത്രമുണ്ട്, ഒരു പഴയ കുരിശടിയുണ്ട് ചെറിയ. റീത്ത പുണ്യാളത്തെ പടം ഇപ്പോഴും നമ്മുടെ കൃപാസനം അവിടെ കാണാം സൈഡിൽ. പ്രശാന്തസൻ അന്ന് ജൂലൈ 6 കൊടി കയറ്റി വെച്ച് കൊടി ഇങ്ങനെ കയറിപ്പോയി. താഴെ സച്ചൻ താഴെ മേലോട്ട് പോയിട്ടും കൊടി നോക്കിയിട്ട് താഴേക്ക് എന്നെ നോക്കിയിട്ട് പറഞ്ഞു 15 കൊല്ലം കഴിയുമ്പോൾ ഇത് ഫേസ് ലിഫ്റ്റ് ആകുമെന്ന് പറഞ്ഞു. 15 കൊല്ലം ദർശനമാണത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാനത് സീരിയസ് ആയിട്ട് എടുത്തു, മറക്കാതെ എടുത്തു. ആ കറക്റ്റ് 15-ാം കൊല്ലമാണ് നമുക്ക് ഉടമ്പടി മാതാവിന് പ്രത്യക്ഷീകരണം നമ്മൾ പരസ്യമായിട്ട് ആൾക്കാരെ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോഴാണ് ഉടമ്പടി കിട്ടണത് നമുക്ക്. അത് പറഞ്ഞ കറക്റ്റാണിത്. അതായത് നമ്മൾ ഇന്ന് ദൈവം എല്ലാവരിലൂടെയും സംസാരിക്കുന്നൊരു കാലമാണിത്. നിർഭാഗ്യവശാൽ ഔദ്യോഗികമായ സഭയ്ക്ക് ചിലർക്കെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. സഭയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ കാരണം അൽമേനികളുടെ ശാക്തീകരണം ഒരു ഭയങ്കരമാണ്. കാര്യം അന്ന് ഞങ്ങൾക്ക് സ്റ്റിരിക് വേണമെന്ന് പറഞ്ഞ ധ്യാനം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ വന്ന വഴികളിലൂടെ എങ്ങനെയാണ് ദൈവം സഞ്ചരിച്ച് നമ്മളെ കൈപിടിച്ച് നടത്തിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ബോധ്യം കിട്ടും. എന്താ കാര്യം, അന്ന് സ്റ്റിരിക് അത്
കടലോര കൺവെൻഷൻ കഴിഞ്ഞ് കടലോര തിരുവനന്തപുരം ജൈത്രയാത്ര കഴിഞ്ഞപ്പോഴാണ് കർത്താവ് എനിക്ക് അഖണ്ഡ ജപമാല നടത്താൻ തന്നു. അഖണ്ഡ ജപമാല കഴിഞ്ഞപ്പോൾ ആ അഖണ്ഡ ജപമാല വളർന്നാണ് ഇന്ന് 3 ലക്ഷം പേര് പങ്കെടുക്കുന്ന അഖണ്ഡ ജപമാല റാലിയായിട്ട് വളർന്നത്. ഇപ്പം ഈ 25-ാം തീയതി ഒക്ടോബർ 25-ാം തീയതി നമുക്ക് റാലിയല്ലേ, ആരും മറന്നു പോരുതേ, വന്നേക്കണേ, രാവിലെ 6 മണിക്ക് തുടങ്ങേ. പ്രത്യേകിച്ച് ലോകസമാധാനത്തിന് വേണ്ടിയാണ്. മാർപ്പാപ്പ പറഞ്ഞ കേട്ടില്ലേ, കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ് ആൾക്കാരുടെ കയ്യിൽ നിന്ന്, സമാധാനം വിട്ടുപോയിരിക്കുക. ഈ ഒന്നുവരെയൊക്കെ കണ്ടില്ലേ. അപ്പം ഇനി ദൈവം തന്നെ നേരിട്ട് ഇറങ്ങിയാലേ സമാധാനം ഉണ്ടാകത്തു ലോകത്തിന്, അല്ലെങ്കിൽ അങ്ങോട്ടിയുടെ അനുഭവം പെരിഞ്ഞ് യവന്മാർ നശിപ്പിക്കുകയും ചെയ്യും. പക്ഷെ ആ റാലി എന്തുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചത് എന്താ? ഈ 3 ലക്ഷം പേരുടെ റാലി എന്തുകൊണ്ടാണ് കൃപാസനത്തെ ഏൽപ്പിച്ചത്? അത് ഓൾറെഡി അതൊരു പ്രോഗ്രാമല്ല. കൃപാസനത്തിന് കർത്താവിനെ അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി 2001 തുടങ്ങിയതാണ് അഖണ്ഡ ജപമാല എന്ന് പറയുന്ന സംഭവം. പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുക. കോടിക്കണക്കിന് ജപമാലയാണ് ലോകത്തിൻ്റെ മനസ്സാന്തത്തിന് വേണ്ടിയും കർത്താവിനെ അറിയാൻ വേണ്ടി അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി ചൊല്ലി ഇതിൻ്റെ അടിത്തറ കിടക്കണത്. അതുകൊണ്ടാണ് കൃപാസനത്തെ ചവിട്ടുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകുന്ന കാരണം അതാണ് ശരിക്കും. അപ്പം അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്ന സിരിഗ്മ ധ്യാനമാണ്. കെരിഗ്മയല്ല, അത് കേസ്റ്റഡ് ധ്യാനമാണ്. കെരിഗ്മ പണ്ടുണ്ടായിരുന്നത്. ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് സ്റ്റെരിഗ്മയാണ്. ഇത് സ്ഥിരീകരണ ധ്യാനം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക വിശ്വാസ പരിശീലന ധ്യാനമാണത്. അപ്പം അതിന് അന്ത്യത്താഴമൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് എല്ലാവരും താഴെ ഇരുന്നുകൊണ്ട് കർത്താവിനെ പോലെ വറുത്ത മീനും ബണ്ണൊക്കെ വെച്ച് കുർബാനയല്ലേ ഇടാ, പക്ഷെ അതിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് സ്നേഹക്കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നു. അത് വലിയ അഭിഷേകത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് തിരിയെല്ലാം കത്തിച്ച് പ്രാർത്ഥനയിൽ ചെയ്യുന്ന സമയത്ത് അപ്പോൾ TR പീറ്റർ എന്ന് പറഞ്ഞൊരു സഹോദരൻ ഈ അന്ത്യത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടേ, പറഞ്ഞു കുറേ പ്രാക്കൾ വരുന്നു, കുറേ പ്രാവുകൾ പറന്നു വരുന്നു, കുറേ കൊന്തകൾ കൊത്തിക്കൊണ്ട് ലോകത്തെല്ലായിടത്തും പോണെന്ന്. അപ്പം ഞാൻ പ്രൈസ്തലോടെ നമ്മൾ ഞങ്ങൾ കിടന്ന് കാര്യം എനിക്കത് മെസ്സേജായിരുന്നു, മനസ്സിലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അമേരിക്ക, ചിക്കാഗോ, അയർലൻഡ്, റോം, ഫ്രാൻസ് എല്ലായിടത്തും അഖണ്ഡ ജപമാല റാലി നടക്കുകയാണ്. അന്നത്തെ ദർശനമാണ് TR പീറ്ററിൻ്റെ. അദ്ദേഹം വലിയ ആധ്യാത്മികവാദിയൊന്നുമല്ല, പക്ഷെ ആ ഒരു അഭിഷേകത്തിൻ്റെ ടൈമിൽ ദൈവം അദ്ദേഹത്തിന് കഴിവ് കൊടുത്തതാണ്. ഈ സ്റ്റെരിഗ്മ ധ്യാനം തീർന്നപ്പോൾ സാജൻ ബ്രദർ ഉണ്ടായിരുന്നു എൻ്റെ കണ്ടക്കിടയിൽ. ഇന്ന് അദ്ദേഹം ഓൾ ഇന്ത്യ ഈ പ്രൊക്ലമേഷൻ മിനിസ്ട്രിയുടെ വലിയൊരു മിനിസ്റ്ററാണ് ഷാജൻ ബ്രദർ. അപ്പോൾ ഷാജൻ ബ്രദർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഷാജൻ ബ്രദർ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സ്റ്റെരിഗ്മ ധ്യാനം കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് ബൈബിൾ തുറന്നപ്പോൾ കർത്താവ് ഒരു വചനം കൊടുത്തു. എന്ത് വചനമാണെന്ന് അറിയാമോ? അതായത് ഹഗ്ഗായി 2:9. ഈ ആലയത്തിന്റെ പൂർവമഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം. എന്നിട്ട് ഷാജൻ ബ്രദർ എന്നോട് പറഞ്ഞു, എനിക്ക് അച്ഛാ മെസ്സേജ് കിട്ടിയടാ എന്ന് പറഞ്ഞ്. ഷാജൻ അറക്കൽ ഞങ്ങൾക്കറിയാം, ഷാലോമിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഷാജൻ അറക്കൽ എൻ്റെ കൂടെ ആയിരുന്നു ആദ്യം. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത മെസ്സേജാണ് ശരിക്കും ധ്യാനം കഴിഞ്ഞപ്പോൾ ഈ ആലയത്തിൻ്റെ. അപ്പോൾ ഈ ആലയത്തിൽ പറഞ്ഞ കൃപാസനം എന്താണെന്നറിയാമോ? നീന്തിക്കയറണം ഇവിടെ. പിന്നെ ഒരു ഈ ചെമ്മി ഷെഡ് പോലെ ഷെഡ് ഉണ്ടായിരുന്നു, അതിനകത്ത് കുറേ മെറ്റൽ കിടപ്പുണ്ടായിരുന്നു. ആ മെറ്റലിൽ ആണ് ഇവിടെ നീന്തിക്കയറിയാണ് ഞങ്ങൾ അവിടെ ഷാജൻ ബ്രദർ വലിയൊരു ബാനർ, ഈ തന്ന വചനം ഒരു വലിയ ബാനറിൽ കെട്ടും. എന്താണ്? ഈ ആലയത്തിൻ്റെ പൂർവ്വമഹത്വത്തെക്കാൾ വലുതായിരിക്കും വരാൻ പോകുന്ന മഹത്വം എന്ന് എഴുതിയിട്ട് ഈ ബാനർ ആ ഷെഡിൽ മുഴുവൻ ഇങ്ങനെ കെട്ടിത്തൂക്കി വെക്കും. അപ്പോൾ അത് ഒരു കൊല്ലം ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഞാൻ ആ കർത്താവിൻ്റെ പ്രവചനത്തിൽ ഞാൻ വിശ്വസിച്ചു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ശരിയല്ലേ? അന്നത്തെ കൃപാസനം ഇന്നത്തെ കൃപാസനം എന്ന് പറയുമ്പോൾ എന്താ? ഈ ആലയത്തിൻ്റെ പൂർവ്വമഹത്വത്തെക്കാൾ വലുതായിരിക്കും വരാൻ പോകുന്ന മഹത്വം. അത് തന്നെയല്ലേ വിജയകുമാറിലൂടെയും പറഞ്ഞത്.
ഞങ്ങൾ കെട്ടിപ്പൂട്ടി ഇറങ്ങുമ്പോഴാണല്ലോ 2010 പറയണത്, എന്താ പറയണത്, എഗ്രിമെൻ്റ് എന്ന് അമ്മ പറയണമെന്ന് പറയും. അൽമേനികളിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ദർശനങ്ങളിലൂടെയാണ് കൃപാസനം വളർന്നു വന്നത്. ഇന്ന് ദർശനം എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ അതിനെക്കുറിച്ചൊരു വിവരം ഇല്ലാത്തവരിങ്ങനെ ആക്ഷേപിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് സഹതാപം തോന്നും. എന്ത് സഹതാപം തോന്നും? എന്ത് ചെയ്യാൻ? അവർക്ക് ദൈവാനുഗ്രഹം കൊടുത്തില്ല. പക്ഷെ നമ്മൾ ഓർക്കണം, അതായത് സൂക്ഷ്മ കാര്യങ്ങൾ പോലും ഞാൻ വിശ്വസിക്കുമായിരുന്നു. കാര്യം അത് വിശ്വസിക്കുമ്പോൾ നമുക്ക് അഭിഷേകം കിട്ടിയാൽ നമുക്കത് കർത്താവിന് സംസാരിക്കണമെന്ന് മനസ്സിലാകും. ആ അഭിഷേകം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓപ്പണിനൊക്കെ താക്കോലില്ലെങ്കിൽ നമ്മളതിനെ അവർക്ക് ആക്ഷേപിക്കും. നമ്മൾ അതൊക്കെ എളിമയുടെ കുഴപ്പമാണ്. അത് ശരിക്കും ഇത് എളിമപ്പെട്ടാൽ മതി. മറ്റുള്ളവരിലൂടെയും കർത്താവ് പ്രവർത്തിക്കും എന്നുള്ളത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്യണം. വേറെ പ്രശ്നമൊന്നുമില്ല. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ദൈവം മഹത്വപ്പെട്ടാൽ നമുക്ക് ഭൂമിയിൽ വെച്ച് അറിയാൻ പറ്റും. അതെങ്ങനെ അറിയണത്? അത് 2 കൊരിന്ത്യർ 1:20 വായിക്കണം. 2 കൊരിന്ത്യർ 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും പറഞ്ഞേ, ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അപ്പൊ ഇത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളെല്ലാം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ഒറ്റ വാക്കുകൊണ്ടാണ്. അതിൻ്റെ സിംഗിൾ പാസ്വേഡാണ്. ദൈവത്തിന് 8855 വാഗ്ദാനങ്ങളുണ്ട് ബൈബിളിലെ. ഇതെല്ലാം നമ്മുടെ ഈ അനുദിന ജീവിതത്തിനും നിത്യജീവിതത്തിനും ആവശ്യമായ അനുധാരികൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ അനുഗ്രഹം പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ അനുസരിച്ച് വാഗ്ദാനം പ്രാപിക്കണമെന്നതിൻ്റെ അർത്ഥം. ഈ സകല വാഗ്ദാനം നമുക്ക് പ്രാപിക്കാൻ പറ്റും. എങ്ങനെ പ്രാപിക്കാൻ പറ്റും? ദൈവമഹത്വത്തിന് അവൻ്റെ നാമത്തിൽ എന്തു ചെയ്യണം? ആമേൻ പറയണം. ഇപ്പം ഒരു നല്ല വിശ്വാസി ആയിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം ആമേൻ പറയാൻ പഠിക്കണം. അല്ല കാറിക്കൂവി ആമേൻ എന്ന് പറയണവരല്ല. അപ്പം ആമേനിന് ശബ്ദമില്ല എന്നുള്ളതാണ് വിഷയം. ആമേൻ എന്ന സംഭവത്തിന് ശബ്ദമില്ലാതെ ആമേൻ പറഞ്ഞ ആളാണ് അമ്മ. അമ്മയുടെ ജീവിതം മുഴുവനും അങ്ങനെയാണ്. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ അതാണ് ആമേൻ എന്ന് പറയുന്നത്. നിൻ്റെ തിരുമനസ്സെന്നിൽ നിറവേറട്ടെ. ഫിയാത്ത്. നിശബ്ദ അമ്മ. അതിനാണ് വേറൊരു വാക്ക് പറയണത്. എന്താണ്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് ആമേൻ. അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് വെച്ചാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ഇത് തർക്കിക്കത്തില്ല, ബഹളം ഉണ്ടാകത്തില്ല. ഞാൻ സകലദാസിയായി. അല്ലേ? പഴയ നിയമത്തിൽ എന്താ എഴുതിയിരിക്കണത്? സഹനദാസൻ. എന്നിൻ്റെ സ്വഭാവം എന്താ? ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ സഫറിങ് സെർവൻറ്റ്. എന്താണ് അത്? അവൻ തർക്കിക്കുകയോ
ബഹളമുണ്ടാക്കുകയില്ല. തെരുവീഥികളിൽ അവൻ്റെ സ്വരം ആരും കേൾക്കുകയില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായി 12:18-19 തിരുവചനങ്ങൾ. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീഥികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല. പുകഞ്ഞ തിരി എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. അത് എന്താ? നീതിയെ വിജയത്തിൽ എത്തിക്കുന്നവരെ തിരി കെടുത്തത്തില്ലെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിൽ നിലനിൽക്കും. ദൈവഹിതം നിറവേറ്റുന്നവരെ. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവഹിതമാണ്. ദൈവഹിതം നിറവേറ്റുന്നവരെ വിശ്വാസത്തിൽ നിലനിൽക്കുമെന്നാണ് ഈ പറയണത്. അപ്പം ഇത് ഒരു പരിചരണമാണ്. ദൈവഹിത പ്രകാരമുള്ളൊരു പരിചരണമാണ്. അപ്പം ചില കാര്യങ്ങൾക്ക് അവിടെ വരണം നിശബ്ദമായ ആമേനാ പറയേണ്ടത്. ചില കാര്യങ്ങൾക്ക് നിശബ്ദമായ ആമേൻ. അതിന് ബൈബിൾ എന്താ പറയണത്? 2:19, 2:52 ലൂക്കാൻ്റെ സുവിശേഷം എന്താ പറയണത്? ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ആരുണ്ടാക്കിയ ആധ്യാത്മികതയെ? അമ്മയുടെ ആത്മാവ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. എല്ലാ ചോദ്യങ്ങളുടെയും മുമ്പിൽ ഹൃദയത്തെ സംഗ്രഹിച്ച് കുരിശിൻ്റെ ചുവട്ടിൽ ഇവർ നിൽക്കുന്നില്ലേ? ആ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ മാതാവ് ഒന്നും പറയണില്ല. പറയണതെല്ലാം കർത്താവാണ് പറയണത്, അല്ലേ? അതാണ് നിശബ്ദമായ ആമേൻ. അവിടെ എന്താണ് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ഈശോ ചോദിക്കുക. എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചെന്ന് ഈശോ ചോദിക്കും. അപ്പോഴും അമ്മ നിശബ്ദമായി നിൽക്കും. അതാണ് നിശബ്ദമായ ആമേൻ എന്ന് പറയുന്നത്. നിശബ്ദമായ ആമേൻ. തർക്കിക്കത്തില്ല, ബഹളം ഉണ്ടാക്കത്തില്ല. എന്താണ്? സഹനദാസിയുടെ പ്രാർത്ഥനയാണത്, നിശബ്ദമായ ആമേൻ. ചില കാര്യങ്ങൾ ദൈവം ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ തർക്കിക്കരുത്, ബഹളം ഉണ്ടാക്കരുത്. എല്ലാവരും ഉടമ്പടി എടുക്കാത്തവർ കാനഡയിൽ പോയില്ല, 5ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ കാനഡയിൽ പോയില്ലല്ല ഇല്ലേ? അവർക്കെല്ലാം വീടായല്ല നാട്ടിൽ. ഇതിങ്ങനെ തർക്കിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വെച്ച് ഉടമ്പടി അവസാനിപ്പിക്കണം. കാര്യം അത് ഉടമ്പടി നിങ്ങളറിയാതെ തന്നെ ഉടഞ്ഞു പോയി കാണും നേരത്തെ എപ്പോഴെങ്കിലും. അപ്പം ദൈവം നിങ്ങളെ സഹനദാസിനെ കൊണ്ടുപോയിട്ട് നിശബ്ദമായ ആമേൻ പറഞ്ഞുകൊണ്ട് നിന്നെ ആധ്യാത്മം ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ നിങ്ങളെ ഈ കഥയൊന്നും അറിയാൻ പാടില്ലാതെ നക്കാപ്പിച്ച കാര്യത്തിന് വേണ്ടി ദൈവമായിട്ട് തർക്കിക്കാൻ പോകും. ദാറ്റ് ഈസ് നോട്ട് സെൻസ്. ഒരു വിശ്വാസം, ദൈവത്തിന് ഇഷ്ടമുള്ള ദൈവം ചെയ്യട്ടെ. ഒരു വിശ്വാസം ഇല്ലാത്തവനൊക്കെ ചിലപ്പോൾ റാങ്ക് കിട്ടിയ, അതുപോലെ തന്നെ നീ വെച്ച പരീക്ഷയ്ക്ക് ജയിച്ച് അവൻ ജോലി കയറും. അപ്പോൾ എന്നിട്ട് നീ പറയും, ഓ അത് പിൻവാതിലൂടെ നിയമനമാണെന്ന് പറയാം. അങ്ങനെ എന്തിനാ പറയണത്? നീ കണ്ടായിരുന്ന പിൻവാതിലൂടെ നിയമിച്ച്. അപ്പോൾ നിൻ്റെ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരെ ആക്ഷേപിക്കേണ്ട അങ്ങനെ ഈ ഇരുട്ട് കൊണ്ടൊന്നും കൂട്ടടക്കാൻ പറ്റത്തില്ല. വിശ്വാസി അങ്ങനെ ചെയ്യത്തില്ല. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുത്. അറിയാത്ത കാര്യങ്ങൾ പറയരുത്. നിന്നെ സംബന്ധിച്ചത് ഇതാണ് ദൈവഹിതം. അപ്പം നീ എന്ത് ചെയ്യും? നീ ഈ കിട്ടിയിരിക്കുന്ന അന്നു വേണ്ട ആഹാരം അതങ്ങനെ കഴിച്ചേക്കണം. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈശോ എന്താ പറയണത്? ലൂക്കാ 10:8 ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അപ്പോൾ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അല്പം താമസിക്കും. ഇപ്പോൾ ജോലി കിട്ടാൻ താമസിക്കും, വിവാഹം ഒത്തുവരാൻ താമസിക്കും,
മക്കളുണ്ടാകാൻ താമസിക്കും. അപ്പോൾ അതാണ് നമുക്ക് വിളമ്പി കിട്ടിയത്. അതിൻ്റെ പേരിൽ അവൻ പോയില്ല അമേരിക്ക, ഇവള് പോയില്ല കാനഡയിലെന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കടുത്തേക്കാതെ നിൽക്കരുത്. അങ്ങനെ വന്ന ഉടമ്പടി തീർന്ന്, അവിടെ വെച്ച് ഉടമ്പടി തീർന്ന്. പിന്നെ നിങ്ങൾ ഉടമ്പടിയിലല്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തർക്കിച്ചു, നിങ്ങൾ ബഹളമുണ്ടാക്കി, വഴി കിടന്ന് തെറി പറഞ്ഞ്, അതായത് തെരുവീതികളിൽ അവൻ്റെ സ്വരം കേട്ടില്ലെന്നില്ലേ, കണ്ട വഴിയെ പോകണ വായി നോക്കിയവരോടെല്ലാം നിങ്ങൾ ദൈവത്തിൻ്റെ ഞാനിപ്പോൾ അതൊക്കെ നിർത്തിയതൊക്കെ പറയും. ഇങ്ങനെ പറയും, ചിലർ പറയും ഞാനിപ്പോൾ ഉടമ്പടിയൊക്കെ നിർത്തിയെന്ന് പറയും. വഴി കൂടി പോണ വായി നോക്കിയവരോട് നിങ്ങൾ ദൈവത്തിന് എന്താ ഒറ്റി കൊടുക്കണത്? അപ്പം നിങ്ങളതിനകത്ത് മൗനമായി നിൽക്കണം. അതിൻ്റെ അകത്ത് വരുന്നത് അമ്മ അങ്ങനെ നിന്നൊരാളാണ്.